വിമർശകർക്ക് വാക്കുകൾ കൊണ്ടല്ല പ്രകടനം കൊണ്ട് മറുപടി നൽകി മലയാളി താരം ട്രീസ ജോളി. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഗായത്രി ഗോപിചന്ദിനൊപ്പം ചരിത്രപരമായ വെങ്കല മെഡൽ നേടിയ ശേഷമാണ് ട്രീസയുടെ പ്രതികരണം. സീഡ് ചെയ്യപ്പെടാത്ത ജോഡിയായി ടൂർണമെന്റിലെത്തിയ ഇന്ത്യൻ സഖ്യം മുൻനിരയിലുള്ള 3 ജോഡികളെയാണ് അട്ടിമറിച്ചത്. സെമിയിൽ ലോക 1-ാം നമ്പർ ചൈനീസ് സഖ്യത്തോട് പൊരുതി തോറ്റെങ്കിലും 2011 ജോല ഗുട്ട അശ്വനി പൊന്നപ്പ സഖ്യം നേടിയ മെഡലിന് ശേഷം വനിതാ ഡബിൾസിൽ ഇന്ത്യക്കായി വെങ്കലം ഉറപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. പരിക്ക് മൂലം മാസങ്ങളോളം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന ട്രീസയ്ക്ക് ഈ തിരിച്ചുവരവ് ഏറെ നിർണായകമാണ്. ആളുകളോട് നമ്മൾ ആരാണെന്നും വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രകടനം സംസാരിക്കുന്നതാണ്. ഒടുവിൽ ഞങ്ങൾ അത് ചെയ്തു കാണിച്ചു, ട്രീസ വ്യക്തമാക്കുന്നു. വളരെ വികാരനിർഭരവും സംഭവബഹുലവുമായ ആഴ്ചയായിരുന്നു ഇതെന്നും ചരിത്ര നേട്ടം ഐസ്ക്രീം കഴിച്ചാണ് ആഘോഷിച്ചതെന്നും ഗായത്രി ഗോപിചന്ദ് പ്രതികരിച്ചു. ചൈനീസ് താരങ്ങൾക്കെതിരെ നിർണായക ഘട്ടങ്ങളിൽ വരുന്ന പിഴവുകൾ തിരുത്തി കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തുമെന്നും ഭാവിയിൽ വൻ വിജയങ്ങൾ നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് ഈ യുവസഖ്യം. ജോസെ മൊറീനോയുടെ 2-ാം വരവിൽ റയൽ മാഡ്രിഡിന് വിജയത്തുടക്കം. സ്പാനിഷ് ലീഗിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് എസ്പാനോളിനെ തകർത്താണ് റയൽ സീസൺ ആരംഭിച്ചത്. മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ മികച്ചൊരു ഹെഡറിലൂടെ റയലാണ് ആദ്യം മുന്നിലെത്തിയത്. എന്നാൽ 30-ാം മിനിറ്റിൽ അലസ് കാലാട്രാവയിലൂടെ എസ്പാനോൾ സമനില പിടിച്ചു. ഒടുവിൽ റയലിന്റെ രക്ഷകനായത് 21-കാരനായ അരങ്ങേറ്റ താരം കാർലോസ് എസ്പി. 79-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ എസ്പി കിലിയൻ എംബാപ്പയുടെ പാസിൽ നിന്നാണ് റയലിന്റെ വിജയ ഗോൾ നേടിയത്. 13 വർഷത്തേക്ക് ശേഷമാണ് മൊറീനോ വീണ്ടും റയൽ മാഡ്രിഡ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ ടീമിന് ജയം സമ്മാനിക്കാൻ അദ്ദേഹത്തിനായി. മറ്റ് ലീഗ് മത്സരങ്ങളിൽ ഇറ്റാലിയൻ സീരിയയിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഇന്റർ മിലാൻ 1-നെതിരെ 4 ഗോളുകൾക്ക് മോൺസയെ തകർത്തു. ഫ്രഞ്ച് ലീഗിൽ ലെൻസ് 2-നെതിരെ 5 ഗോളുകൾക്ക് ഓക്സറയെയും പരാജയപ്പെടുത്തി.